വെൽക്കം ടു റഹ്നാസ് വ്ലോഗ്. ഇതാണ് റൂഹ് അഫ്സ. പുതിയ ട്രെൻഡായിട്ട് തന്നെ ഇന്ന് ആളുകൾ നോമ്പ് കാലത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്ക്വാഷും കൂടിയാണിത്. ഇത് ഇന്നല്ല, ഒരുപാട് വർഷങ്ങൾ മുന്നേ തന്നെയുണ്ട്. പക്ഷെ ഞാൻ കേട്ടത് ഈ ഒരു റമദാനിലാണ്. എന്നാൽ എനിക്കും അത് ട്രൈ ചെയ്യണം തോന്നി. ഞാനും അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. ഇത് യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. എന്താണ് റൂഹ് അഫ്സ എന്നല്ലേ? 116 വർഷം കഴിഞ്ഞു റൂഹ് അഫ്സ കണ്ടുപിടിച്ചിട്ട്. എന്നിട്ടും ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഡൽഹിക്കാരനായ മജീദാണ് ഈ സ്ക്വാഷ് ഉണ്ടാക്കിയത്. ഡൽഹിയിലെ ചൂട് കാരണം അദ്ദേഹം ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും വേരുകളും ഇലകളും വെച്ചിട്ടാണ് ഈ റൂഹ് അഫ്സ എന്ന സ്ക്വാഷ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയ ഈ റൂഹ് അദ്ദേഹം ജീവിച്ചിരിക്കെ 15 വർഷം മാർക്കറ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് ശേഷം ഭാര്യയായിട്ടും പിന്നീട് തലമുറകളായിട്ടും ഇത് മാർക്കറ്റ് ചെയ്ത് വരുന്നു. റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ, ആത്മാവ് എന്ന് പറയും. അഫ്സ എന്ന് പറഞ്ഞാൽ റീഫ്രഷ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവന് റീഫ്രഷ്മെൻറ്റ്, ഒരു ഉന്മേഷം തരിക എന്നതാണ് ഈ ഒരു പേരിൽ തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും ഹെൽത്തി ആയിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു സ്ക്വാഷ്. ഇതിൽ റോസ് ഫ്ലേവർ ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് തോന്നി. ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമാണ്, എന്നാൽ ഇത് ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ കുടിച്ച സമയത്ത് എനിക്ക് നല്ലൊരു ഫീലിംഗ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. റോസ് വാട്ടറിന്റെ ഏകദേശം ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇതിന് തോന്നി. റമദാനിലും ചൂട് കാലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു സ്ക്വാഷ്. ഇത് പാലിലായാലും വെള്ളത്തിലായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കലക്കി കുടിക്കാം. മിൽക്ക് വെച്ചിട്ടാണ് റൂഹ് അഫ്സയുടെ 3 റെസിപ്പി ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സ്ട്രോബെറി വെച്ചിട്ട് റൂഹ് അഫ്സ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 ടേബിൾ സ്പൂൺ റൂഹ് അഫ്സ. 1 കപ്പ് പാലിലേക്ക് കറക്റ്റ് അളവാണ് റൂഹ് അഫ്സ 1/2 ടേബിൾ സ്പൂണ്. 1/2 ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് ഇതിൻ്റെ ഫ്ലേവർ വരികയില്ല. നോർമൽ ആയിട്ടുള്ള ഫ്ലേവറേ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ട് താനും. ഇനി ഇതിലേക്ക് ഒരു സ്ട്രോബെറി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇനി ഇതിനെ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് പതയൊക്കെ ഉണ്ടാവും. അത് എന്ത് ചെയ്യാം, മുകൾ ഭാഗത്തേക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കുക. അങ്ങനെ ആകുമ്പോൾ സ്ട്രോബെറി ഇതുപോലെ മുകൾ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി റൂഹ് അഫ്സ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക, ഈ നോമ്പ് കാലത്തും അതുപോലെ വേനൽക്കാലത്തും ഒക്കെ. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഏലക്ക ഫ്ലേവറിലുള്ള റൂഹ് അഫ്സയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റൂഹ് അഫ്സ ചേർത്ത് കൊടുത്തു. ഇനി 1/8 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഷുഗറൊക്കെ അലിയിപ്പിച്ചെടുത്തു. അതോടുകൂടി ഏലക്ക ഫ്ലേവറിലുള്ള ഏലക്ക റൂഹ് അഫ്സ ഇവിടെ റെഡിയായി. ഏലക്കാപ്പൊടി ഇതിൽ കാണാതെ ഏലക്ക ഫ്ലേവർ മുഴുവനായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്സും കൂടെ ചെയ്യാം. നമ്മൾ കട്ടിയില്ലാത്ത കോട്ടൺ വൃത്തിയുള്ള തുണി എടുത്ത് അതിൽ ഏലക്കാപ്പൊടി ചേർത്ത് ഒന്ന് കെട്ടിയെടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം കുടിക്കാൻ ആവശ്യമായ സമയത്ത് അതെടുത്ത് ഒഴിവാക്കി കഴിഞ്ഞ് കുടിക്കുകയും ചെയ്യാം. ഇനി ഫ്രൂട്ട് റൂഹ് അഫ്സ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് 1/8 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്ത് 10 മിനിറ്റ് വെക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ പൗഡറാണ് ഞാൻ എടുത്തത്. ഷുഗർ പൗഡർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റൂഹ് അഫ്സ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സ് ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇവിടെ എടുത്തത് ആപ്പിൾ, പച്ചമുന്തിരി, ഉറുമാമ്പഴം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ 10 മിനിറ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ കസ്കസ് ഇവിടെ പൊതിർന്ന് വന്ന് റെഡി ആയിട്ടുണ്ട്. അതും കൂടെ മുകളിൽ ചേർത്ത് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. അതോടുകൂടി ഫ്രൂട്ട് റൂഹ് അഫ്സ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.